ഞങ്ങളിപ്പോൾ ഒരു ബസ്സിൽ സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിന്റെ പ്രാന്തപ്രദേശത്തുകൂടി സഞ്ചരിക്കുകയാണ്. സുന്ദരമായ ഈ പ്രദേശങ്ങളിലൂടെ പോകുന്നത് ഗാന്ധിജിയുടെ സത്യഗ്രഹ ഹൗസ് കാണാനാണ്. 11 വർഷമാണ് ഗാന്ധിജി ജോഹനാസ്ബർഗിൽ താമസിച്ചിരുന്നത്. 40 പേരടങ്ങിയ ഒരു ഗ്രൂപ്പുമായിട്ടാണ് എന്റെ ഈ സഞ്ചാരം. ജോഹനാസ്ബർഗ് നഗരത്തിന്റെ ഒരു ഭാഗമാണിവിടം. ഗാന്ധിജി വസിച്ചിരുന്ന പ്രദേശം. ഗാന്ധിജിയുടെ ഒരു പ്രവർത്തന മേഖലയായിരുന്നു കുറച്ചു കാലം ഇവിടം. ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റുകൾ ആരംഭിച്ചത് സൗത്ത് ആഫ്രിക്കയിലെ ഈ പ്രദേശത്തൊക്കെയായിരുന്നു. അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത നഗരം ഇന്ന് ഏറെ മാറിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും ക്രിസ്ത്യൻ സഭകളുടെയും ഒക്കെ സ്ഥാപനങ്ങളാണ്. സത്യഗ്രഹ ഹൗസിന് സമീപം ബസ് എത്തി നിന്നു. ഇന്നിപ്പോൾ അതൊരു ഗസ്റ്റ് ഹൗസും മ്യൂസിയവുമാണ്. ഞങ്ങളുടെ സംഘം അവിടെ ഇറങ്ങി സത്യാഗ്രഹ ഹൗസിലേക്ക് നടക്കുകയാണ്. ശാന്തസുന്ദരമായ കിളികളുടെ കളകൂജനമുള്ള ഒരു സ്ഥലം. എൻട്രൻസ് ഇവിടെയാണ്. ഉള്ളിൽ ഒരു മ്യൂസിയം, പിന്നെ ഗാന്ധിജി വസിച്ചിരുന്ന വീട്. അത് കാണാനായി ചെല്ലുമ്പോൾ ഗാന്ധിജിയുടെ കൈപ്പടയിൽ ചില എഴുത്തുകൾ ഫലകങ്ങളായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറുന്നതിന് മുൻപ് ഒരു മരത്തണലിൽ അല്പം കാത്തു നിൽക്കാൻ ഗൈഡ് ടെഫോ പറഞ്ഞു. ഞങ്ങൾ അവിടെ കാത്തുനിന്നു. ഇവിടുത്തെ ഒരു ലോക്കൽ ഗൈഡുണ്ട്, സത്യാഗ്രഹ ഹൗസിലെ ഗൈഡ്. അവർ വന്ന് കഥ വിവരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. താമസിയാതെ അവർ വന്നു. ഒരു പെൺകുട്ടിയാണ്. ടെഫോ ആദ്യം കാര്യം വിശദീകരിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ച നാളുകളിൽ ഗാന്ധിജി 1 വർഷം വസിച്ച വീടാണ് ഇവിടെയുള്ളത്. ഖനി എന്നാണ് ഇവളുടെ പേര്. ഗാന്ധിജിയുടെ സുഹൃത്തും ജർമ്മൻ ജൂതനായ ആർക്കിടെക്റ്റുമായിരുന്ന ഹെർമൻ കല്ലൻബാഹ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതായിരുന്നു ഇവിടുത്തെ വീട്. രണ്ടുപേരും 1 വർഷത്തോളം ഇവിടുത്തെ വീട്ടിൽ ഒന്നിച്ചാണ് വസിച്ചത്. ഗാന്ധിജിയുടെ ആശയങ്ങളിലും ജീവിത രീതികളിലും ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് ലളിത ജീവിതവും വെജിറ്റേറിയൻ ഭക്ഷണവും ശീലമാക്കി. സത്യാഗ്രഹത്തെ ഒരു സമരരൂപമാക്കി ഗാന്ധിജി വികസിപ്പിച്ച സമയത്തൊക്കെ കല്ലൻബാഹ് അദ്ദേഹത്തിന്റെ സഹചാരിയായിരുന്നു. 1908-9 കാലത്താണ് കല്ലൻബാഹും ഗാന്ധിജിയും ഇവിടെ താമസിച്ചിരുന്നത്. ആദ്യം ഞങ്ങൾ സത്യാഗ്രഹ ഹൗസിന്റെ ഓഫീസിലേക്കു കയറി. ഓഫീസിൽ നിന്ന് പിറകോട്ടിറങ്ങുമ്പോൾ ചെറിയൊരു തൊടിയിലേക്കെത്തുന്നു. ആ തൊടിയിലെ ഒറ്റയടിപ്പാതയിലൂടെ നടന്നു ചെല്ലുന്നത് പുല്ലുമേഞ്ഞ ഒരു പഴയ വീട്ടിലേക്കാണ്. മലയാളവും ഗുജറാത്തിയും ഉൾപ്പെടെ പല ഭാഷകളിൽ അദ്ദേഹം തന്റെ പേര് കുറിച്ചിരിക്കുന്നു. ഗാന്ധിജിയോട് ഏറ്റവും നീതി പുലർത്തുന്ന മട്ടിൽ അദ്ദേഹം താമസിച്ച വീട് ഇന്ന് സംരക്ഷിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കക്കാർ. നമ്മുടെ നാട്ടിൽ വൈക്കത്ത് ഗാന്ധിജി വന്ന ബോട്ട് ജെട്ടിയൊന്നും ഇതുപോലെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഗാന്ധിജി കേരളത്തിൽ വന്ന പല സ്ഥലങ്ങളും നമുക്ക് പരിചിതം പോലുമല്ല. ഞങ്ങൾ 40 പേരുള്ളതുകൊണ്ട് 20 പേർ വീതമുള്ള 2 ടീമായിട്ടാണ് അകത്തേക്ക് വിട്ടിരിക്കുന്നത്. ഞങ്ങൾ ആ വീടിന്റെ അകത്തേക്ക് നടന്നു. ഗാന്ധിജിയുടെയും കല്ലൻബാഹിന്റെയും ചിത്രങ്ങളാണ് പൂമുഖത്ത് വെച്ചിരിക്കുന്നത്. ഇടതുവശത്ത് ഗാന്ധിജി, വലതുവശത്ത് കല്ലൻബാഹ്. കയറി ചെല്ലുന്ന മുറിയിൽ തന്നെ ചർക്കയും ഗാന്ധിജിയുടെ ചിത്രങ്ങളുമൊക്കെയുണ്ട്. പുല്ലുമേഞ്ഞ മേൽക്കൂര. ഇവിടെ താമസിച്ച കാലത്തെ ഗാന്ധിജിയുടെ ചിത്രം. അന്ന് ഒരു സായിപ്പിനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. ഗാന്ധിജിയുമൊത്തുള്ള ഇവിടുത്തെ ജീവിതത്തെപ്പറ്റിയും അന്നത്തെ ഗാന്ധിജിയുടെ ദിനചര്യ, സ്വഭാവം എന്നിവയെപ്പറ്റിയുമൊക്കെ കല്ലൻബാഹ് രേഖപ്പെടുത്തി വച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിലപ്പെട്ട സൂചനകൾ നൽകുന്ന എഴുത്തുകളാണ് അവ. കല്ലൻബാഹ് രേഖകൾ എന്നാണ് അതറിയപ്പെടുന്നത്. 2012-ൽ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ആ രേഖകൾ ലേലത്തിനു വെച്ചു. അതോടെ ഇന്ത്യ ഇടപെട്ട് 6 കോടിയോളം രൂപ നൽകി അത് സ്വന്തമാക്കി. പൊതുജനത്തിന് അധികം അറിയാത്തൊരു കഥയാണത്. ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഈ ചില്ലുകൂട്ടിൽ. അദ്ദേഹത്തിന്റെ ജോഹനാസ്ബർഗ് ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ. ഇവിടെ നിന്ന് യാത്രയാകുന്ന കാലം, ഇന്ത്യയിലേക്ക് മടങ്ങിയ ദിനം, ഇന്ത്യയിൽ കപ്പലിറങ്ങിയ നിമിഷം,
ഇതെല്ലാം അവിടെ ചിത്രങ്ങളായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിൽ ഒരു നിലയുണ്ട്. പഴയ മട്ടിലുള്ള ഒരു മരഗൗണി. അത് കയറിയെത്തുക ഗാന്ധിജിയുടെ ഉറക്കറയിലേക്കാണ്. നിലത്ത് പുൽപ്പായും മെത്തയും, അദ്ദേഹം വായിച്ചിരുന്ന പുസ്തകങ്ങൾ, കണ്ണട, ഇതെല്ലാം യഥാസ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഗാന്ധിജി എണീറ്റ് പോയതേയുള്ളൂ എന്ന് തോന്നുന്ന മട്ടിലാണ് അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാൽ താഴത്തെ ഡൈനിങ് ഏരിയ കാണാം. അവിടെ ഇരുന്ന് ഗാന്ധിജിയും കല്ലൻബാഹും എന്തെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ ജീവിതം, പുതിയ സമരശൈലികൾ, ഇന്ത്യയിലേക്ക് മടങ്ങി ഇന്ത്യൻ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുക്കിയെടുക്കൽ, ഇങ്ങനെ പല പല വിഷയങ്ങൾ ആ ചർച്ചയിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ഞാൻ വീടിന്റെ മുറികളിലൂടെ വീണ്ടും നടന്നു. ഗാന്ധിജിയുടെ ചിന്തകൾ പരുവപ്പെട്ട വീടാണിത്. ജോഹനാസ്ബർഗിലൊക്കെ ജീവിക്കുമ്പോൾ ഗാന്ധിജിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാനും ഇന്ത്യൻ ജനതയിൽ ദിശാബോധമുണ്ടാക്കാനുമൊക്കെയുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞിരുന്നു. ഈ വീടിപ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ് കൂടിയാണ്. ആളുകൾക്ക് ഇവിടെ മുറിയെടുത്തു താമസിക്കാം. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഏതാണ്ട് 20,000 രൂപയോളമാണ് ഒരു രാത്രിക്ക് ഇവിടുത്തെ മുറിവാടക എന്ന് കാണാം. ഗാന്ധിജിയുടെ പഴയ വേഷമൊക്കെ ഇതാണ്. അദ്ദേഹത്തിന്റെ ജീവിത രീതിക്ക് ചേർന്ന തീമിലാണ് വീടും അതിലെ സംവിധാനങ്ങളുമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ സംഭവബഹുലമായ വർഷങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലേത്. കറുത്തവർഗക്കാരും ഇന്ത്യക്കാരും ഇവിടുത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും നേരിടുന്ന വിവേചനം അദ്ദേഹത്തെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയിൽ ആഫ്രിക്കൻ പുല്ല് ഏതാണ്ട് ഒരടി കനത്തിൽ മേഞ്ഞിരിക്കുകയാണ്. ഗാന്ധിജി വസിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നതിൽ നിന്നും വലിയ മാറ്റമൊന്നും വരുത്താതെ വീട് അതിഗംഭീരമായി സംരക്ഷിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ആ പരിസരമാകെ നമ്മളെ ആവേശം കൊള്ളിക്കും. ഗാന്ധിജിയുടെ ആശയങ്ങൾക്കനുസൃതമായി ഒരു ആശ്രമം പോലെയാണ് ഇത് ഒരുക്കി വച്ചിരിക്കുന്നത്. ഞാൻ ഖനിയുടെ ഓഫീസ് മുറിയിലേക്ക് കയറി ചെന്നു. നല്ല സന്തോഷവതിയായ ഒരു ആഫ്രിക്കൻ പെൺകുട്ടി. ഖനി എന്ന പേരിന്റെ അർത്ഥമെന്താണെന്ന് ഞാൻ ചോദിച്ചു. ഖനി എന്നാൽ പ്രകാശമെന്നാണ്. ഖനി ഞങ്ങളെ യാത്രയാക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി ഞങ്ങൾ പോകുന്നത് മറ്റൊരു പ്രധാന സ്ഥലത്തേക്കാണ്. മഹാരഥന്മാർ പലരും ജീവിച്ച സ്ഥലമാണല്ലോ ഇത്. നെൽസൺ മണ്ടേല അവസാനകാലം ജീവിച്ച ഒരു വീട് കാണാനാണ് ഇനി പോകുന്നത്. അദ്ദേഹം അവിടെ വെച്ചാണ് മരിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഹിബോ ഒരു ആപ്പിൾ ഒക്കെ തിന്ന് വളരെ സരസമായിട്ട് വണ്ടി ഓടിക്കുന്നു. ഞങ്ങൾ 40 പേരും പുറത്തെ കാഴ്ചകൾ കണ്ടങ്ങനെയിരുന്നു. ഇതാണോ ആഫ്രിക്ക എന്ന അത്ഭുതത്തോടെയാണ് പലരും ഇരിക്കുന്നത്. യാത്ര പുറപ്പെടുമ്പോൾ ഇവരിൽ പലരും സൗത്ത് ആഫ്രിക്ക ഒരു ദരിദ്ര രാജ്യമാണെന്നാണ് ധരിച്ചു വച്ചിരുന്നത്. ചെറിയ ചെറിയ ടൗണുകൾ, അവിടുത്തെ സുന്ദരമായ കെട്ടിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, നല്ല വൃത്തിയുള്ള പരിസരങ്ങൾ, പുൽമേടുകൾ, കേരളത്തിൻ്റെതിന് സമാനമായ പച്ചപ്പും പ്രകൃതി ഭംഗിയും. എന്നാൽ കേരളവും ഈ നാടും തമ്മിൽ ശരിക്കും താരതമ്യപ്പെടുത്തുമ്പോൾ സൗത്ത് ആഫ്രിക്കയോളം വളരാൻ കേരളം എത്രയോ മുന്നോട്ടു പോകാനുണ്ടെന്ന അറിവാണ് കിട്ടുന്നത്. ഹൗട്ടൺ എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സമ്പന്നർ വസിക്കുന്ന പ്രദേശമാണ് ഹൗട്ടൺ. രാഷ്ട്രീയക്കാരും ഏറ്റവും സമ്പന്നരുമൊക്കെ വീടെടുത്ത് താമസിക്കുന്ന സ്ഥലം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്പന്നരാണെന്നു കൂടി ഇതിലൂടെ മനസ്സിലാക്കാമല്ലോ. ഹൗട്ടൺ ഏരിയയിലായിരുന്നു മണ്ടേലയുടെയും വീട്. ബിസിനസ്സുകാരും പ്രൊഫഷണലുകളുമെല്ലാമായി ഏറ്റവും സമ്പന്നർ വസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. ഗേറ്റ്, പടിപ്പുരകൾ, ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന വഴിയോരങ്ങൾ, ഇതിങ്ങനെ കാണുമ്പോൾ യൂറോപ്പല്ലെന്ന് ആരും പറയില്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ ചില ഗ്രാമങ്ങൾ പോലെയുണ്ട്. പ്രത്യേകമായൊരു അച്ചടക്കം. ഇതിന്റെയൊക്കെ തുടക്കമിട്ടത് വെള്ളക്കാർ തന്നെയാണ്. വെള്ളക്കാർ എന്നാൽ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെയുണ്ട്. ഒരു ഘട്ടത്തിൽ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ പക്കൽ വന്നിരുന്നു എന്ന് മാത്രം. ഹൗട്ടൺ ഏരിയയുടെ പ്രത്യേകതകളാണ് ടെഫോ വിവരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ വസിക്കുന്ന പ്രമുഖരെ കുറിച്ചാണ് ടെഫോ പറയുന്നത്. അവിടുത്തെ വീടുകൾ നമ്മെ അത്ഭുതപ്പെടുത്തും. താച്ച് ചെയ്തതുപോലത്തെ വീടുകൾ, നല്ല പച്ചപ്പുള്ള തൊടികൾ,
ഇപ്പോഴും ആഫ്രിക്കയിൽ സമ്പന്നരും ദരിദ്രരുമെന്ന വേർതിരിവുണ്ട്. ഈ സമ്പന്ന വീടുകളിൽ ബഹുഭൂരിപക്ഷവും രാജ്യത്തെ ജനസംഖ്യയിൽ 20% വരുന്ന വെള്ളക്കാരുടേതാണ്. ഒരു പടിപ്പുരയുടെ മുന്നിൽ ബസ് നിന്നു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മണ്ടേലയുടെ വീടിന് മുന്നിലെത്തിയിരിക്കുന്നു. ബസ്സിൽ നിന്നിറങ്ങി ഞങ്ങൾ ആ വീട്ടിലേക്ക് നടക്കുകയാണ്. ഒരു ആശ്രമ പരിസരത്തിൻ്റെതിന് സമാനമായ അന്തരീക്ഷം. ശബ്ദ കോലാഹലങ്ങളില്ല. പ്രധാന ഗേറ്റിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. 1999 രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം 2013 മരിക്കും വരെ നെൽസൺ മണ്ടേല വസിച്ചത് ഈ വീട്ടിലാണ്. വെറും ഒരു വീടല്ല ഇത്. മണ്ടേല നേതൃത്വം കൊടുത്ത ചില സംഘടനകളുടെയും ട്രസ്റ്റുകളുടെയും ഓഫീസുകളും ഇതിൽ പ്രവർത്തിച്ചിരുന്നു. ഭാര്യ വിന്നിയുമായി വിവാഹമോചനം നേടും മുൻപ് ഹൗട്ടണിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം സ്ഥാപിച്ച നെൽസൺ മണ്ടേല ഫൗണ്ടേഷന്റെ ആസ്ഥാനം ഈ വീടായിരുന്നു. 2013 ഡിസംബർ 5 ഈ വീട്ടിൽ കിടന്നാണ് മണ്ടേലയുടെ അന്ത്യം. വീടിനകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാവാം. ഞങ്ങൾ പുറത്തുനിന്ന് ആ വീട് കണ്ടു. എനിക്ക് തോന്നുന്നത് സൗത്ത് ആഫ്രിക്കക്കാരുടേതിനേക്കാൾ മലയാളികളുടെ മനസ്സിലാണ് മണ്ടേലയ്ക്ക് സ്ഥാനമെന്നാണ്. അദ്ദേഹം ജയിലിലായിരുന്ന കാലത്ത് മണ്ടേല മണ്ടേല എന്ന പാട്ടൊക്കെ പാടി നമ്മളും നടന്നതാണ്. മണ്ടേലയുടെ പേരിൽ സമ്മേളനങ്ങളും നാടകങ്ങളുമൊക്കെ കേരളത്തിൽ അരങ്ങേറി. മണ്ടേല സ്വതന്ത്രനായപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷമുണ്ടായതെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ഗേറ്റിനു പുറത്ത് നെൽസൺ യു വേർ എ ഗ്രേറ്റ് പേഴ്സൺ എന്നൊക്കെ എഴുതി ആളുകൾ സമർപ്പിച്ച ഉരുളൻ കല്ലുകൾ. ചെടികളുടെ ചുവട്ടിൽ അതങ്ങനെ കൂടിക്കിടക്കുന്നു. മണ്ടേലയുടെ മരണശേഷം ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായ ഇവിടേക്ക് എത്തിയ ആളുകൾ സമർപ്പിച്ച ആദരവചനങ്ങളാണെല്ലാം. പല വലിപ്പത്തിലുള്ള കല്ലുകളിൽ എഴുത്തുണ്ട്. മണ്ടേലയുടെ വീടിന് നേരെ എതിർവശത്തുള്ളത് സൗത്ത് ആഫ്രിക്കയിലെ വലിയൊരു സമ്പന്നന്റെ വീടാണ്. വലിയ ഗേറ്റൊക്കെ ഉള്ളൊരു വീട്. ഈ വിധം പ്രൗഢമായ വീടുകൾ മാത്രമാണ് ഇവിടെ എങ്ങും കാണുന്നത്. അത് 10ാം നമ്പർ വീടാണ്. 9ാം നമ്പർ വീടാണ് മണ്ടേലയുടേത്. തെമ്പു എന്ന ദക്ഷിണാഫ്രിക്കൻ ഗോത്രത്തിന്റെ തലവന്റെ മകനായാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അദ്ദേഹം ചെറുപ്പത്തിൽ അറിയപ്പെട്ടിരുന്നത് രാജകുമാരൻ എന്നാണ്. നെൽസൺ റോലിലാഹ്ല മണ്ടേല എന്നായിരുന്നു യഥാർത്ഥ പേര്. മാഡിബ എന്നത് അദ്ദേഹത്തിന്റെ കുടുംബ പേരാണ്. രാഷ്ട്രീയത്തിൽ അനുയായികൾ അദ്ദേഹത്തെ ആദരപൂർവ്വം വിളിച്ചിരുന്നതും മാഡിബ എന്നു തന്നെ. ഇതും മണ്ടേലയുമായി ബന്ധപ്പെട്ടൊരു വീടാണ്. സാങ്ച്വറി മണ്ടേല എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇന്നൊരു ഹോട്ടലാണ്. 1992 മുതൽ 98 വരെ മണ്ടേല വസിച്ചത് ഈ വീട്ടിലാണ്. സായുധ സമരവും സഹനസമരവുമെല്ലാമായി സംഭവബഹുലമായിരുന്നു മണ്ടേലയുടെ രാഷ്ട്രീയ ജീവിതം. കുപ്രസിദ്ധമായ റോബൻ ദ്വീപിൽ 10,000-ലേറെ ദിവസമാണ് അദ്ദേഹം ഏകാന്ത തടവിൽ കഴിഞ്ഞത്. ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹത്തിന് ലോകമൊന്നാകെ വരവേൽപ്പ് നൽകിയത് 20ാം നൂറ്റാണ്ടിലെ സമാനതകളില്ലാത്ത സംഭവമാണ്. ഫോർട്ട് ഹാരെ സർവകലാശാലയിൽ ബിരുദ പഠനത്തിനെത്തിയതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിയുന്നത്. മനുഷ്യരെ നിറത്തിന്റെ പേരിൽ വേർതിരിച്ചിരുന്ന വർണ്ണവിവേചനത്തിന്റെ ഭീകരത അദ്ദേഹം അക്കാലത്ത് അനുഭവിച്ചു. അപ്പാർത്തിഡ് എന്ന അനീതിക്കെതിരെ പോരാടാനുള്ള കരുത്ത് മണ്ടേല ആർജിക്കുന്നത് ഇക്കാലത്താണ്. തുടർന്ന് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് ലീഗിൽ അംഗമായി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 1952 ആയപ്പോഴേക്കും വെള്ളക്കാർക്കെതിരെ പോരാടുന്ന സായുധ സംഘത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി നെൽസൺ മണ്ടേല. ക്യൂബയിൽ കാസ്ട്രോയും ചെഗ്വേരയും നടത്തിയതുപോലുള്ള ഒരു സായുധ നീക്കത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ ഗവൺമെന്റിനെ മറിച്ചിടാമെന്നായിരുന്നു ഗെറില്ല സൈന്യം രൂപീകരിച്ച സമയത്ത് മണ്ടേലയും സുഹൃത്തുക്കളും സ്വപ്നം കണ്ടത്. ഞങ്ങൾ ജോഹനാസ്ബർഗിന്റെ തെക്കൻ ഭാഗത്തുകൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൗൺ ടൗൺ ഏരിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജോഹനാസ്ബർഗിന്റെ പ്രധാന ഭാഗം. താഴെ റെയിൽവേ കോച്ചുകളാണ് നിരന്നു കിടക്കുന്നത്.
ഇവിടെ കോച്ചുകൾക്കായി 100 ട്രാക്കുകൾ വരെ ഉണ്ടെന്നാണ് ടെഫോ പറയുന്നത്. അങ്ങകലെ നെൽസൺ മണ്ടേല ബ്രിഡ്ജ് എന്നൊരു തൂക്കുപാലം കാണാം. അതിന്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഗാന്ധി സ്ക്വയറുമുണ്ട്. മഹാത്മാഗാന്ധി ജൊഹനാസ്ബർഗിൽ അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന ആദ്യ കോടതി ഇന്ന് ഗാന്ധി സ്ക്വയർ ഉള്ള ഭാഗത്തായിരുന്നു. വർണ്ണവിവേചനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ജൊഹനാസ്ബർഗിന്റെ ഡൗൺ ടൗൺ. ഈ നാട്ടുകാരായ കറുത്തവർ പ്രവേശിക്കാൻ പാടില്ലാത്ത തെരുവുകളുമുണ്ടായിരുന്നു ഇവിടെ. വെള്ളക്കാർ മാത്രം വിഹരിച്ചിരുന്ന തെരുവുകൾ. 90കൾ വരെ ഇവിടെ അങ്ങനെയായിരുന്നെന്നോർക്കണം. അതുപോലെ ഇവിടെ ഒരു ചന്ത ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കൂടുതലും ഇന്ത്യക്കാരായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. ഇന്ത്യക്കാർക്ക് ഇവിടെ കറുത്തവർഗക്കാരെക്കാൾ ചില പദവികളും ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഗുജറാത്തികളാണ്. അവരുടെ വക്കീലായിട്ടായിരുന്നു ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് വരുന്നത്. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന ദക്ഷിണാഫ്രിക്കൻ കമ്പനിയാണ് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഈ ഭാഗത്താണ് പ്രധാനമായും അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായ പ്രൊട്ടസ്റ്റുകൾ ആരംഭിച്ചതും. ഇവിടെ ഇന്ത്യക്കാർ കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ ഇടയിലാണ് ഗാന്ധിജി കൂടുതലായും പ്രവർത്തിച്ചിരുന്നത്. അങ്ങകലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡയമണ്ട് സ്ട്രീറ്റ് എന്നൊരു തെരുവൊക്കെ ഈ ഭാഗത്താണ്. ഇവിടെ വലിയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരവും നേതൃത്വത്തിലും അല്ലാതെയും പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാരെയും ഇവിടുത്തെ കറുത്തവരെയുമൊക്കെ ലോക്കപ്പിൽ അടയ്ക്കുകയും ചോദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷനായിരുന്നു അത്. ഡൗൺ ടൗണിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകുന്നില്ല. അസാധാരണമായ കാഴ്ചകളൊന്നും അവിടെ ഇല്ലതാനും. ജൊഹനാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. നമ്മുടെ മുംബൈ പോലെ തന്നെ. ഇവിടമായിരുന്നു സ്വർണത്തിന്റെ കേന്ദ്രം. സ്വർണത്തിന്റെ കച്ചവടത്തിലൂടെ സമ്പന്നമായ നഗരമാണിത്. അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്ത് വെളുത്ത നിറമുള്ള ഒരു മൺകൂന കാണാം. ഖനികളിൽ നിന്ന് പാറ പൊട്ടിച്ചെടുത്തു കൊണ്ടുവരുന്ന സ്വർണം വേർതിരിച്ച ശേഷം അവശേഷിക്കുന്ന പൊടിയാണത്. സ്വർണത്തിന്റെ വേസ്റ്റ് എന്നും പറയാം. നേരെ മുന്നിൽ ദൂരെ കാണുന്ന മല തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് സ്വർണത്തിനു വേണ്ടി കുഴിച്ചെടുത്ത മണ്ണ് അരിച്ചതിനു ശേഷം കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ നഗരത്തിൽ അങ്ങിങ്ങായി അത്തരം മലകൾ പലതുണ്ട്. ഹൗഡൻ എന്ന ബോർഡുള്ള ഈ സ്ഥാപനം ഇവിടുത്തെ വലിയൊരു വ്യവസായ സംരംഭമാണ്. ഒരു ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ് സപ്ലയറാണ് ഹൗഡൻ. എയർ, ഗ്യാസ്, ലിക്വിഡ് എന്നിവയുടെ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റുകളാണ് അവർ നിർമ്മിക്കുന്നത്. അവരുടെ ഫാക്ടറികളാണ് ആ കാണുന്നതെല്ലാം. ബസ് ഇപ്പോൾ ഗോൾഡ് റീഫ് സിറ്റിയിലേക്ക് എത്തി. ഗോൾഡ് റീഫ് സിറ്റി പണ്ട് വലിയൊരു ഖനിയായിരുന്നു. 1971 പ്രവർത്തനം അവസാനിപ്പിച്ച ഖനി. തുടർന്ന് കുറെ കാലം അത് വെറുതെ കിടന്നു. പിന്നെ 1987 ഈ പ്രദേശം വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കാക്കി മാറ്റാൻ തീരുമാനിച്ചു. സ്വർണ്ണഖനനം തീമാക്കിയ ഒരു അമ്യൂസ്മെന്റ് പാർക്ക്. ഖനിക്കുള്ളിലേക്ക് യാത്രകൾ നടത്താം. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ അമ്യൂസ്മെന്റ് പരിപാടികളെല്ലാമുണ്ട് ഇന്നിവിടെ. ഗോൾഡ് റീഫ് സിറ്റിയിൽ കയറി ഖനിക്കകത്തേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു. മരത്തണലിലേക്ക് ഞങ്ങൾ ഇറങ്ങി. വെയിലുണ്ടെങ്കിലും അന്തരീക്ഷത്തിന് നല്ല തണുപ്പാണ്. സൗത്ത് ആഫ്രിക്ക സന്ദർശിക്കേണ്ട സമയം ജനുവരിയോ ഫെബ്രുവരിയോ ആയിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ ഗോൾഡ് റീഫ് സിറ്റിക്കകത്തേക്ക് നടന്നു. ഇവിടെ സ്റ്റാമ്പ് മിൽ എന്നൊരു ഉപകരണമുണ്ട്. അതിന്റെ മുന്നിൽ ചില പാവകൾ. അമ്യൂസ്മെന്റ് സിറ്റിയുടെ പൊതു സ്വഭാവം തന്നെ. പാവയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഇതാണ് സ്റ്റാമ്പ് മിൽ. ഖനിയിൽ നിന്നെടുക്കുന്ന അയിര് പൊടിയാക്കുന്ന യന്ത്രം. പാറകൾ പൊടിച്ച് ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്നാണ് സ്വർണമെടുക്കുന്നത്. ഡർബൻ റോഡ്പോർട്ട് ഡീപ്പ് മൈൻ കമ്പനിയുടെ ജൊഹനാസ്ബർഗിലെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന സ്റ്റാമ്പ് മില്ലാണിത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പ്രവർത്തനം അവസാനിപ്പിച്ച കാലം വരെ ഇത് 50 മില്യൺ ടൺ അയിര് പൊടിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. വലിയൊരു പന്തലാണ്. ഇവിടെ സായിപ്പുമാരും വരുന്നുണ്ട്. എന്നാൽ കൂടുതൽ സന്ദർശകരും നാട്ടുകാരായ ബ്ലാക്ക് ആഫ്രിക്കൻസ് ആണ്. ടിക്കറ്റ് എടുക്കാൻ 15 മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു. വളരെ സ്ലോവിലാണ് ഇവരുടെ ടിക്കറ്റ് നൽകുന്നതൊക്കെ. മറ്റു മാർഗമില്ലാതെ ഞങ്ങൾ അങ്ങനെ കാത്തുനിന്നു. ഒടുവിൽ ടിക്കറ്റുമായി ടെഫോ വന്നു. ടെഫോയെ കൂടാതെ ഇവിടുത്തെ ഒരു ഗൈഡുമുണ്ട്.
ഇലക്ട്രോണിക് ടിക്കറ്റൊക്കെ ഇട്ട് ഓരോരുത്തരെയായി കടത്തിവിട്ടു. 1886 തുടങ്ങിയ ആഫ്രിക്കൻ ഗോൾഡ് റഷിന്റെ തീമിലാണ് ഈ ഗോൾഡ് റീഫ് സിറ്റി ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. പണ്ടിവിടെ പാളങ്ങളിലൂടെ സ്വർണ്ണ അയിര് ഫാക്ടറിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് ഫാക്ടറിയിലെ സൂപ്പർവൈസർമാർ, മാനേജർമാർ തുടങ്ങിയവരുടെ ക്യാബിനുകളും ഓഫീസുകളും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ ഇന്ന് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഹെറിറ്റേജ് ബിൽഡിംഗുകളായി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അന്നത്തെ ഖനി ഉദ്യോഗസ്ഥന്മാർ വസിച്ചിരുന്നതോ അല്ലെങ്കിൽ ഓഫീസുകളായി പ്രവർത്തിച്ചിരുന്നതോ ആയ നിരവധി കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതെല്ലാം അത്തരം കെട്ടിടങ്ങളാണ്. സായിപ്പുമാരായിരുന്നു ഉദ്യോഗസ്ഥർ. ഇന്നാട്ടുകാരായ കറുത്തവർ വെറും തൊഴിലാളികൾ മാത്രം. അവരാണ് ഭൂമിക്കടിയിലേക്ക് പോയി ജീവൻ പണയം വെച്ച് അയിര് പുറത്തെത്തിച്ചിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മുഴുവൻ വെള്ളക്കാരായിരുന്നു. അവരുടെ ക്ലർക്കുമാരൊക്കെയായി ഇന്ത്യക്കാരും ജോലി ചെയ്തു. അതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം. ഇന്ത്യക്കാർ കച്ചവടക്കാരും വെള്ളക്കാരുടെ ഓഫീസിലെ സെക്രട്ടറിയും ക്ലാർക്കും അറ്റൻഡറുമൊക്കെയായിരുന്നു ആഫ്രിക്കയിൽ. ഗോൾഡ് റീഫ് സിറ്റിയുടെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നടന്നു.